ഉള്ളവരാണ്. വരൂ. രാജാവ് കൈവളകൾ സമ്മാനമായി നൽകി. സുന്ദരന്മാരെ, പാചകപ്പുറയിൽ കൂട്ടിക്കൊണ്ടുപോയി ഇവൾക്ക് ഇവളുടെ വയർ നിറയും വരെ ഭക്ഷണം നൽകിയാലും എന്ന് കൽപ്പിച്ചു. പിന്നെ ഇവന് എന്ത് പേര് നൽകേണ്ടു എന്ന് ചിന്തിച്ചു. ജര സന്ധിപ്പിച്ചവനാണ് ഇവൻ. അതുകൊണ്ട് ജരസന്ധിപ്പിച്ചതുകൊണ്ട് ജരാസന്ധൻ എന്ന് പേര് നൽകാം. ജരാസന്ധൻ എന്ന് ഇതിന്റെ പേര് നൽകി. പിന്നെ എന്നെ ധനുർവിദ്യ മുതലായ പാഠങ്ങൾ എല്ലാം പഠിപ്പിച്ചുറപ്പിച്ചു. തുടർന്ന് ഹിമാലയ പർവ്വതത്തിൽ പോയി കൈലാസനാഥനെ യജ്ഞം നടത്തി സൂര്യനോട് ഇളകരുത് എന്ന് കൽപ്പിച്ച് തപസ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ച വരങ്ങൾ എല്ലാം കരസ്ഥമാക്കി. അല്പം ശ്രേയസ്സും കരസ്ഥമാക്കി. തുടർന്ന് മരങ്ങൾ വെക്ക്. എന്നിപ്രകാരം വരങ്ങൾ പിടിച്ചു വാങ്ങി വീര്യവാനായി.
എത്തിച്ച് കാരാഗൃഹത്തിനകത്തേക്ക് കൊണ്ടുപോയി തള്ളി. കാരാഗൃഹം അടച്ചു. നിരവധി രാജാക്കന്മാർ നിഗ്രഹിച്ച് രാജാക്കന്മാരെ നിഗ്രഹിച്ചു. അവരെയെല്ലാം കാലപുരിയിൽ അയച്ചു. ഇപ്രകാരം ഞാൻ പ്രതാപിയായി മാറി. ഈ എനിക്ക് തുല്യനായി മൂന്ന് ലോകങ്ങളിൽ ഇനി ആരുള്ളൂ? ആരുമില്ല. അതാ 3 പേർ എന്റെ കൊട്ടാര മതിലിലേക്ക് പൊത്തിപ്പിടിച്ച് കയറുന്നു.
ഇപ്പുറത്തേക്ക് ചാടി. രണ്ടുപേർ പിടിച്ച് കയറി വന്ന് ചാടുന്നുണ്ട്. ഇവർ പെരുമ്പറയിൽ അടിച്ച് പൊട്ടിച്ചു. മൂന്ന് പേർ മതിൽ ചാടിക്കിടന്നു വന്ന് ഇവർ ആരാണ്? ബ്രാഹ്മണർ ആണെന്ന് തോന്നുന്നു. ഇവരുടെ മുഖം ബ്രാഹ്മണ തേജസ്സല്ല മുഖത്ത് കാണുന്നത്. ക്ഷാത്ര തേജസ് പ്രകാശിച്ച് കാണുന്നു. ധാരാളം സ്വർണമാലകൾ ധരിച്ചിട്ടുണ്ട്. ധാരാളം ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ ഇപ്രകാരം സ്വർണമൊക്കെ ധരിച്ച് ഉണ്ടാകുമോ? കാലഭേദം അല്ലാതെന്ന് പറയാൻ